നമസ്കാരം. NCTV വാർത്തകളുമായി ഞാൻ സെബി ജോർജ് തെക്കൂടൻ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കൈക്കൂലി വാങ്ങുന്നതിനിടെ പിടിയിൽ. കരാറുകാരിൽ നിന്നും കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് ആന്റണി എമ്പട്ടോളി വിജിലൻസിന്റെ പിടിയിലായത്. പാലിയേക്കര ടോൾ പ്ലാസയിൽ ലോറി പിറകോട്ടെടുത്ത് കാറിനെ ഇടിച്ച് നിരക്കിക്കൊണ്ടുപോയ സംഭവത്തിൽ ലോറി ഡ്രൈവറുടെ ലൈസൻസ് 3 മാസത്തേക്ക് എൻഫോഴ്സ്മെന്റ് RTO സസ്പെൻഡ് ചെയ്തു. വരന്തരപ്പള്ളി വടക്കുമുറിയിൽ റോഡും തോടിന്റെ വശവും ഇടിഞ്ഞു. വടക്കുമുറിയിൽ നിന്ന് വേലുപ്പാടം മഠം ഭാഗത്തേക്ക് പോകുന്ന റോഡിലെ പാലാമ്പ്ര തോടിനോട് ചേർന്നാണ് റോഡ് ഇടിഞ്ഞത്. കുട്ടനെല്ലൂരിൽ ബ്രൗൺ ഷുഗറുമായി അസം സ്വദേശി പോലീസ് പിടിയിൽ. ആളൂർ പാലക്കുടിയിൽ ഇറിഗേഷൻ കനാലിലൂടെ ഒഴുകിയെത്തുന്ന മാലിന്യങ്ങൾ പ്രദേശത്തെ രോഗഭീതിയിലാക്കുന്നു. നടപടി ആവശ്യപ്പെട്ട് നാട്ടുകാർ. പുതുക്കാട് ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും ആഭിമുഖ്യത്തിൽ നടത്തിയ ഞാറ്റുവേല ചന്തയും കർഷക സഭയും പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കൈക്കൂലി വാങ്ങുന്നതിനിടെ പിടിയിൽ. കരാറുകാരിൽ നിന്നും കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് ആന്റണി എമ്പട്ടോളി വിജിലൻസിന്റെ പിടിയിലായത്. തൃശൂർ വിജിലൻസ് DYSPക്ക് ലഭിച്ച പരാതിയെ തുടർന്നാണ് അറസ്റ്റ്. കാന നിർമ്മാണവുമായി ബന്ധപ്പെട്ട ബില്ല് മാറാനായാണ് 6000 രൂപ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കൈക്കൂലി ആവശ്യപ്പെട്ടത്. ഇയാളുടെ കാറിൽ നടത്തിയ പരിശോധനയിൽ 50000 രൂപയും കണ്ടെടുത്തു. തുടർന്ന് കാറും കസ്റ്റഡിയിലെടുത്തു. അനേകം പരാതികൾ ആന്റണിക്കെതിരെ ഉണ്ടായിരുന്നുവെന്നും നിരന്തരം നിരീക്ഷണം നടത്തിവരികയായിരുന്നെന്നും വിജിലൻസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. കാറിൽ കണ്ടെത്തിയ പണം മറ്റൊരു കരാറുകാരൻ നൽകിയതാണെന്ന് ഇയാൾ സമ്മതിച്ചതായും വിജിലൻസ് അറിയിച്ചു. തൃശൂർ വിജിലൻസ് DYSP KC സേതു, ഇൻസ്പെക്ടർമാരായ ജയേഷ് ബാലൻ, ഇഗ്നീഷ്യസ്, സ്പെക്ട്രോ ജോൺ എന്നിവർ ചേർന്നാണ് ഇയാളെ പിടികൂടിയത്. പാലിയേക്കര ടോൾ പ്ലാസയിൽ ലോറി പിറകോട്ടെടുത്ത് കാറിനെ ഇടിച്ച് നിരക്കി കൊണ്ടുപോയ സംഭവത്തിൽ ലോറി ഡ്രൈവറുടെ ലൈസൻസ് 3 മാസത്തേക്ക് എൻഫോഴ്സ്മെന്റ് RTO സസ്പെൻഡ് ചെയ്തു. കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു സംഭവം. എറണാകുളം ഭാഗത്തേക്ക് പോയിരുന്ന ലോറിക്ക് മുന്നിൽ ടോൾ ബൂത്തിൽ 2 വാഹനങ്ങൾ ടോൾ നൽകാൻ കാലതാമസം ഉണ്ടായതോടെ തൊട്ടടുത്ത ഒഴിഞ്ഞ ട്രാക്കിലേക്ക് കയറാനാണ് ലോറി പിറകിലേക്ക് എടുത്തത്. പിന്നിലുണ്ടായിരുന്ന കാർ ശ്രദ്ധയിൽപ്പെടാതെ മൾട്ടി ആക്സിൽ ലോറി പിറകോട്ടെടുക്കുകയായിരുന്നു. കാർ മാറ്റുന്നതിന് മുൻപ് ലോറി കാറിലേക്ക് ഇടിച്ചു കയറി. ലോറി കാറിനെ ഇടിച്ച് 20 മീറ്ററോളം പിറകിലേക്ക് നിരക്കി നീക്കി. ഭാഗ്യം കൊണ്ടാണ് കാർ യാത്രികൻ രക്ഷപ്പെട്ടത്. മറ്റു റോഡ് ഉപഭോക്താക്കളുടെ സുരക്ഷ ഉറപ്പാക്കാതെ വാഹനം പിറകോട്ട് ഓടിച്ചതിനാണ് ഡ്രൈവർ ആന്റണി തോമസിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. സംഭവ സമയത്ത് ഒരു കാർ യാത്രികൻ വീഡിയോ പകർത്തിയിരുന്നു. അപകടത്തിന്റെ ദൃശ്യങ്ങൾ ആദ്യം പുറത്തുവിട്ടത് NCTV ചാനലായിരുന്നു. വരന്തരപ്പള്ളി വടക്കുമുറിയിൽ റോഡും തോടിന്റെ വശവും ഇടിഞ്ഞു. വടക്കുമുറിയിൽ നിന്ന് വേലുപ്പാടം മഠം ഭാഗത്തേക്ക് പോകുന്ന റോഡിലെ പാലാമ്പ്ര തോടിനോട് ചേർന്നാണ് റോഡ് ഇടിഞ്ഞത്. തോടിന്റെ കരിങ്കൽ സംരക്ഷണ ഭിത്തിയും ഇടിഞ്ഞ നിലയിലാണ്. ഒരു വർഷം മുൻപ് ഇതേ സ്ഥലത്ത് റോഡ് ഇടിഞ്ഞിരുന്നു. പുനർനിർമ്മിച്ച ഭാഗം വീണ്ടും ഇടിഞ്ഞത് നിർമ്മാണത്തിലെ അപാകതയാണെന്നാണ് ആക്ഷേപം. റോഡ് ഇടിഞ്ഞതോടെ വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയാത്ത അവസ്ഥയായി. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേരാണ് ഈ വഴിയെ ആശ്രയിക്കുന്നത്. എത്രയും വേഗം റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന PDP പുതുക്കാട് മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഈ 4-ാം വാർഡിൽ പാലാമ്പ്ര തോടിന് അതിൻ്റെ സൈഡ് ഭിത്തി ഇടിഞ്ഞു പോയ വളരെ അപകടാവസ്ഥയിലാണ് ഇപ്പോൾ നിലകൊള്ളുന്നത്. ഇവിടെ ഇത് ഏതാനും ഒരു വർഷം കഴിഞ്ഞിട്ടില്ല എന്നുണ്ട്. വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ നാട്ടുകാരും ഇവിടെ പരിസരവാസികളും ഇവിടെ യാത്രക്കാരും ഇവിടെ ഓട്ടോറിക്ഷ തൊഴിലാളികളൊക്കെ നിരന്തരം പഞ്ചായത്തിൽ അധികാരികളുടെ അടുത്ത് പ്രശ്നം ഉണ്ടാക്കിയതാണ്. ഈ ഇടിഞ്ഞ തോട് വീണ്ടും കെട്ടിയതാണ്. ആ കെട്ടിയ തോട് വീണ്ടും ഇടിഞ്ഞു പോയി. വളരെ ശാസ്ത്രീയപരമായി ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ എഞ്ചിനീയർ വന്ന് നോക്കി നല്ല രീതിയിൽ കെട്ടി ഇതിന് കൈവരി കൂടി കെട്ടാം. വെറുതെ തോട് മാത്രം കെട്ടിയോണ്ട് ഇതിന് പരിഹാരം. നേതാക്കളായ ഷിഹാബ് പെരുവാംകുഴിയിൽ, അബു ഹാജി, നാസർ പള്ളിക്കലത്ത്,
നിസാം മൈതാനം എന്നിവർ സ്ഥലത്തെത്തിയിരുന്നു. കുട്ടനെല്ലൂരിൽ ബ്രൗൺ ഷുഗറുമായി അസം സ്വദേശി പോലീസ് പിടിയിൽ. അതിഥി തൊഴിലാളികളെ കേന്ദ്രീകരിച്ച് വിൽപ്പനയ്ക്കായി ബ്രൗൺ ഷുഗർ കൊണ്ടുവന്ന അസം ലഹരിക്കട്ട് സ്വദേശി 24 വയസ്സുള്ള ജഹിറുളിനെയാണ് ഒല്ലൂർ പോലീസും കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള ലഹരി വിരുദ്ധ സ്ക്വാഡും ചേർന്ന് അറസ്റ്റ് ചെയ്തത്. ചെറിയ ബോട്ടിലുകളിലാക്കിയ നിലയിൽ 1.49 ഗ്രാമോളം ബ്രൗൺ ഷുഗറും മയക്കുമരുന്നും വിറ്റുകിട്ടിയ പണവും ഇയാളിൽ നിന്ന് കണ്ടെത്തിയതായി പോലീസ് പറഞ്ഞു. ഒല്ലൂർ SI KC ബൈജു, സീനിയർ CPO ജയൻ, CPO വിനീത്, ഡാൻസ് ഓഫ് അംഗങ്ങളും പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. ആളൂർ പഞ്ചായത്തിലെ പാലക്കുഴി പരിസരത്ത് താമസിക്കുന്നവരുടെ ദുരിതം അവസാനിക്കുന്നില്ല. സമീപത്തുകൂടി കടന്നുപോകുന്ന ഇറിഗേഷൻ കനാലിലൂടെ ഒഴുകിയെത്തുന്ന മാലിന്യങ്ങൾ ഈ പ്രദേശത്ത് താമസിക്കുന്ന കുടുംബങ്ങളുടെ ജീവിതം ദുർഗന്ധപൂരിതവും രോഗഭീതിയിലുമാക്കുന്നത്. ചാലക്കുടി ഇറിഗേഷൻ പദ്ധതിയിലെ വലതുകര മെയിൻ കനാലാണ് ആളൂരിലൂടെ കടന്നുപോകുന്നത്. ആളൂർ മാള റോഡിലുള്ള റെയിൽവേ മേൽപ്പാലത്തിന് സമീപമുള്ള പാലക്കുഴി പ്രദേശത്തെത്തുമ്പോൾ കനാൽ റെയിൽപാതയ്ക്കടിയിലൂടെയാണ് കടന്നുപോകുന്നത്. ഇതിനായി ഇവിടെ അണ്ടർ ടണൽ നിർമ്മിച്ചിട്ടുണ്ട്. ചാലക്കുടി പുഴയിലെ തുമ്പൂർമൊഴി തടയണയിൽ നിന്ന് ആരംഭിക്കുന്ന കനാൽ പരിയാരം, കോടശ്ശേരി, ചാലക്കുടി നഗരസഭ എന്നിവയ്ക്ക് കീഴിലെ ജനവാസ പ്രദേശങ്ങളിലൂടെ കടന്നാണ് ആളൂരിലെത്തുന്നത്. കനാൽ വെള്ളത്തോടൊപ്പം വൻതോതിലുള്ള മാലിന്യങ്ങളും ഇവിടേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. വളർത്തുമൃഗങ്ങളുടെ ജഡങ്ങളടക്കമുള്ളവ ജൈവ മാലിന്യങ്ങളും അജൈവ മാലിന്യങ്ങളും കനാലിലൂടെ ഒഴുകിയെത്തി അടിഞ്ഞുകൂടുന്നത് പാലക്കുഴി ഭാഗത്തുള്ള അണ്ടർ ടണലിന് സമീപത്താണ്. അണ്ടർ ടണലിന്റെ മുഖത്ത് സ്ഥാപിച്ചിട്ടുള്ള ഇരുമ്പു വലയിലാണ് മാലിന്യങ്ങൾ തങ്ങുന്നത്. ഇങ്ങനെ കനാലിൽ കുന്നുകൂടുന്ന മാലിന്യങ്ങൾ ഇരുവശത്തുമായി താമസിക്കുന്ന കുടുംബങ്ങൾക്ക് ദുരിതമായി മാറിയിരിക്കുകയാണ്. മാലിന്യം ചീഞ്ഞൊഴുകി ദുർഗന്ധം വമിക്കുമ്പോൾ ഭക്ഷണം കഴിക്കാൻ പോലും ഇവിടുത്തെ വീടുകളിലുള്ളവർക്ക് പ്രയാസം നേരിടാറുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. കനാലിൽ വന്നടിയുന്ന മാലിന്യത്തിന്റെ അളവ് വർദ്ധിക്കുമ്പോൾ അധികൃതരെത്തി ഇത് നീക്കം ചെയ്യാറുണ്ടെങ്കിലും വീണ്ടും കനാൽ വെള്ളം വരുമ്പോൾ 10 മടങ്ങ് മാലിന്യം ഇവിടെ അടിഞ്ഞുകൂടും. വർഷങ്ങളായി തുടരുന്ന ഈ ദുരിതത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാകണമെന്നാണ് ആവശ്യമുയരുന്നത്. പുതുക്കാട് ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും ആഭിമുഖ്യത്തിൽ നടത്തിയ ഞാറ്റുവേലച്ചന്തയും കർഷക സഭയും പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഷൈനു ജോജു അധ്യക്ഷയായിരുന്നു. പഞ്ചായത്ത് അംഗങ്ങളായ രതി ബാബു, ഷാജു കാളിയങ്കര, ഹിമാദാസൻ, പ്രീതി ബാലകൃഷ്ണൻ, സുമ ഷാജു, ആൻസി ജോബി, കൃഷി ഓഫീസർ PR കവിത എന്നിവർ പ്രസംഗിച്ചു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾക്ക് ആവശ്യമായ പച്ചക്കറി തൈകൾ അയൽക്കൂട്ടങ്ങളിലെ കൃഷി സ്ഥലത്തേക്ക് നേരിട്ടെത്തിക്കുന്ന തൈവണ്ടി പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൊലിമ പുതുക്കാട് പദ്ധതിയുടെ ഭാഗമായുള്ള തൈവണ്ടിയുടെ ഫ്ളാഗ് ഓഫ് കർമ്മം പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ അധ്യക്ഷയായി. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ KC പ്രദീപ്, ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ MK ശൈലജ, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ NM പുഷ്പാകരൻ, CDS ചെയർപേഴ്സൺ സരിത തിലകൻ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി G സാബിത, കൃഷി ഓഫീസർ അമൃത നിഷാന്ത് എന്നിവർ പ്രസംഗിച്ചു. പുതുക്കാട് സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നവീകരിച്ച ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി ഓഫീസുകളുടെയും ലാബുകളുടെയും ഉദ്ഘാടനവും വെഞ്ചിരിപ്പും നടത്തി. തൃശൂർ അതിരൂപത കോർപ്പറേറ്റ് മാനേജർ ഫാദർ ജോസ് അടമ്പുകുളം വെഞ്ചിരിപ്പിന് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സ്കൂൾ മാനേജർ ഫാദർ പോൾ തേക്കാനത്ത്, പുതുക്കാട് ഇടവക അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ ഷിജോ പള്ളിക്കുന്നത്ത്, ഫാദർ ബിജോയ് പൊൻപറമ്പിൽ, ഡീക്കൻ ജിസ്മോൻ ചെമ്മണ്ണൂർ എന്നിവർ സഹകാർമ്മികരായി. തുടർന്ന് നടന്ന യോഗം പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ പോൾ തേക്കാനത്ത് അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അൽജോ പുളിക്കൻ, വാർഡ് അംഗം സെബി കൊടിയൻ, പള്ളി ട്രസ്റ്റി ജോസ് ആൻഡോ തോമസ്, PTA പ്രസിഡന്റ് ഷാജു മാടമ്പി, ജിജോ, ഹൈസ്കൂൾ വിഭാഗം പ്രധാനാധ്യാപകൻ M യുജിൻ പ്രിൻസ് എന്നിവർ സന്നിഹിതരായി. ഇരിങ്ങാലക്കുട രൂപതയിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രമായ കനകമല മാർത്തോമ തീർത്ഥാടന കേന്ദ്രത്തിൽ ബുധനാഴ്ച നടക്കുന്ന ദുക്രാന തിരുനാളിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. തിരുനാളോടനുബന്ധിച്ചുള്ള ഊട്ടുനേർച്ചയ്ക്ക് വിഭവങ്ങൾ തയ്യാറാക്കുന്ന തിരക്കിലാണ് തീർത്ഥാടന കേന്ദ്രം. റെക്ടർ ഫാദർ അലക്സ് കല്ലേലിയുടെ നേതൃത്വത്തിലാണ് ഒരുക്കങ്ങൾ നടക്കുന്നത്. 16,000-ഓളം പേർക്കാണ് ദുക്രാന തിരുനാളിന് ഇവിടെ നേർച്ച ഭക്ഷണം നൽകുന്നത്. തിരുനാളോടനുബന്ധിച്ച് അടിവാരം പള്ളിയിലും കുരിശുമുടിയിലും പ്രത്യേക തിരുക്കർമ്മങ്ങൾ നടക്കും. 5 വൈദികരുടെ കാർമ്മികത്വത്തിലുള്ള റാസ, കുർബാന, തിരുശേഷിപ്പ് വണക്കം, പ്രദക്ഷിണം എന്നിവയും ഉണ്ടാകും.
മുത്തുമല യുവ കലാവേദി വായനശാലയുടെ നേതൃത്വത്തിൽ മുപ്പിളിയം പുതുകളവും പാർക്കും വൃത്തിയാക്കി. പായലും കാടും കയറി ഉപയോഗശൂന്യമായി കിടന്നിരുന്ന പുതുകുളവും പാർക്കും യുവ കലാവേദി വായനശാല മുത്തുമലയുടെ നേതൃത്വത്തിൽ വൃത്തിയാക്കി. വായനശാല പ്രസിഡന്റ് VR ബൈജു, സെക്രട്ടറി സുജിത് K സുധാകരൻ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ KP ആൻഫിൻ, TR രജീഷ്, KS ഷിജിത്ത്, ഗൗതം കൃഷ്ണ, കിഷോർ ബാബു, ബാലവേദി പ്രവർത്തകരായ മയൂഖ് രമേശ്, സായ് കൃഷ്ണ, സേതു പ്രസാദ് എന്നിവർ നേതൃത്വം നൽകി. പുതിയ പാഠപുസ്തകങ്ങളിൽ നിന്നും പുത്തൻ ആശയങ്ങൾ ഉൾക്കൊണ്ട് പങ്കുവയ്ക്കലിൻ്റെയും കരുതലിൻ്റെയും പാഠങ്ങൾ പകരുകയാണ് മണ്ണമ്പേട്ട മാതാ ഹൈസ്കൂൾ. സ്കൂളിലെ പാഠ്യേതര പ്രവർത്തനമാണ് ഷെയർ ആൻഡ് സ്വാപ്പ്. 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ എ റോബോട്ട് വിത്ത് എ വൈറസ് എന്ന പാഠഭാഗത്തിൽ നിന്നും ആശയം ഉൾക്കൊണ്ടാണ് ഈ പഠന പ്രവർത്തനം ആരംഭിച്ചത്. പേന, പെൻസിൽ തുടങ്ങിയ പഠനോപകരണങ്ങൾ ഒന്നിലധികം ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുന്നതാണ് പദ്ധതി. ഈ പദ്ധതിയുടെ ആശയ രൂപീകരണവും വിദ്യാർത്ഥികൾ തന്നെ. കുട്ടികളുടെ ആശയത്തിന് അധ്യാപകരും സ്കൂൾ അധികൃതരും പിന്തുണ നൽകി. ഇതിനായി ഒരു സ്വാപ്പ് റൂം തന്നെ സ്കൂളിൽ ഒരുക്കിയിരിക്കുകയാണ്. അധ്യാപകർ നേതൃത്വവും ഏറ്റെടുത്തു. കുട്ടികളുടെ കയ്യിൽ ആവശ്യത്തിലധികം ഉള്ള ഉപയോഗപ്രദമായ വസ്തുക്കൾ സ്വാപ്പ് റൂമിൽ കൊണ്ടുവയ്ക്കും. അധ്യാപകർ ആവശ്യക്കാരായ കുട്ടികളെ കണ്ടെത്തി ഇവ നൽകും. ആദ്യഘട്ട പ്രവർത്തനം എന്ന നിലയിൽ പേന, പെൻസിൽ തുടങ്ങിയ പഠന ഉപകരണങ്ങളാണ് 1 മുതൽ 10ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾ സ്വാപ്പ് റൂമിൽ എത്തിക്കുന്നത്. വരും ദിവസങ്ങളിൽ വസ്ത്രങ്ങൾ, മറ്റു നിത്യോപയോഗ സാധനങ്ങൾ എന്നിവയും ഷെയർ ചെയ്യാനാണ് തീരുമാനം. സ്കൂൾ പ്രധാനാധ്യാപകൻ KJ തോമസ്, UP വിഭാഗം അധ്യാപകരായ PJ അലീന, KS രേഷ്മ, നീതു ജോസഫ്, സ്നേഹ പോൾസൺ, LP വിഭാഗം അധ്യാപകനായ KR റിൻസൺ എന്നിവർ നേതൃത്വം നൽകി. 7ാം ക്ലാസ്സിലെ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ ആദ്യത്തെ പാഠമാണ് റോബോട്ട് വിത്ത് വൈറസ്. അപ്പോൾ അതിൽ നിന്ന് ആശയം ഉൾക്കൊണ്ടിട്ട് ചെയ്തിരിക്കുന്ന പ്രവർത്തനമാണിത്. അതിൽ നമ്മുടെ കൂടുതൽ എക്സ്ട്രാ വരുന്ന സാധനങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുമെന്നാണ് പാഠത്തിൽ കുട്ടികളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ കുട്ടികൾ തന്നെയാണ് ഇങ്ങനെ ഒരു ആശയം പങ്കുവച്ചത്. 7ാം ക്ലാസ്സിലെ ആദ്യത്തെ പാഠം എടുത്തപ്പോൾ ടീച്ചറാണ് പറഞ്ഞത് നമ്മുടെ കയ്യിലുള്ള എക്സ്ട്രാ സാധനങ്ങൾ കൂട്ടുകാർക്ക് കൊടുക്കാൻ. പേന, പെൻസിൽ ഐറ്റംസ് എല്ലാം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഞങ്ങളുടെ കൂട്ടുകാർക്ക് കൊടുക്കാനുള്ളതാണ്. പോങ്കോത്ര ALP സ്കൂളിലെ പുതിയ പാചകപ്പുരയുടെ നിർമ്മാണം ആരംഭിച്ചു. സ്കൂൾ മാനേജർ കാട്ടിക്കുളം ഭരതൻ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് വികസന സമിതി അധ്യക്ഷൻ KC പ്രദീപ് അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക ഷീജ, അധ്യാപിക ഇന്ദുജ എന്നിവർ പ്രസംഗിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്ത് കേന്ദ്ര ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിലുള്ള വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി പൊൻകുന്നം വർക്കി അനുസ്മരണം സംഘടിപ്പിച്ചു. കൊടകര ഡോൺ ബോസ്കോ ഗേൾസ് ഹൈസ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിലെ മലയാള വിഭാഗം അധ്യാപിക CC ഉഷാകുമാരി അനുസ്മരണ പ്രഭാഷണം നടത്തി. ഡോൺ ബോസ്കോ ഹൈസ്കൂൾ പ്രധാനാധ്യാപിക സിസ്റ്റർ സംഗീത, സിസ്റ്റർ പ്രവീണ, ലൈബ്രറിയൻ സുഷമ T ശാന്തൻ എന്നിവർ പ്രസംഗിച്ചു. പുതുക്കാട് വൈസ്മെൻ ഇന്റർനാഷണൽ ക്ലബ് ഡോക്ടേഴ്സ് ദിനം ആചരിച്ചു. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലെ 8 ഡോക്ടർമാരെ വൈസ്മെൻ പുതുക്കാട് ക്ലബ്ബ് ഭാരവാഹികൾ പൊന്നാട അണിയിച്ച് ആദരിച്ചു. ആശുപത്രി പരിസരത്ത് സംഘടിപ്പിച്ച യോഗത്തിൽ ക്ലബ്ബ് പ്രസിഡന്റ് PR വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. ക്ലബ്ബ് സെക്രട്ടറി KL സുരേഷ്, പാസ്റ്റ് പ്രസിഡന്റുമാരായ മുരളീധരൻ ചേലാട്ട്, ER സജീവൻ, ജോയിന്റ് സെക്രട്ടറി വർഗീസ് കൊക്കാടൻ എന്നിവർ ഡോക്ടർമാരെ ആദരിച്ചു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ KG ശിവരാജൻ, മുൻ സൂപ്രണ്ട് ഡോക്ടർ KA മുഹമ്മദ് അലി എന്നിവർ ആദരവ് ഏറ്റുവാങ്ങി. സെന്റ് സേവിയേഴ്സ് LP സ്കൂളിലെ കുട്ടികളും ഡോക്ടർമാർക്ക് കൊച്ചു സമ്മാനങ്ങൾ നൽകി ആദരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ ഫനൂഷ് മോബും അരങ്ങേറി. എച്ചിപ്പാറ ചിമ്മിനി ഭദ്രകാളി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ മഹോത്സവം ബുധനാഴ്ച നടക്കും. രാവിലെ 7-ന് ഉഷപൂജ, കലശപൂജകൾ, 8-ന് നവകം, പഞ്ചഗവ്യം, കലശാഭിഷേകം, വിശേഷാൽ പൂജകൾ, 11-ന് നൂറും പാലും അഭിഷേകം എന്നിവയാണ് ചടങ്ങുകൾ. 12:30-ന് അന്നദാനവും നടക്കും. പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിലെ കുടുംബ കൂട്ടായ്മ ഭാരവാഹികൾക്ക് നൽകിയ പരിശീലന പരിപാടി ഉണർവ് 2024 ഇടവക വികാരി ഫാദർ പോൾ തേക്കാനത്ത് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സമിതി പ്രസിഡന്റ് ജയൻ T ജോൺ അധ്യക്ഷനായിരുന്നു. തൃശൂർ അതിരൂപത കുടുംബ കൂട്ടായ്മ ഡയറക്ടർ ഫാദർ ഡെന്നി താണിക്കൽ ക്ലാസ് നയിച്ചു. കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതി ഭാരവാഹികളായ ഷാജു കാളിയങ്കര, യോഹന്നാൻ കുപ്പയിൽ, ജോമോൻ കാഞ്ഞിരത്തിങ്കൽ, ജോബി മധുരക്കറി, ജോഷി പൊന്തോക്കൻ, അഗസ്റ്റസ് പല്ലൻ, ഗ്ലാൻസൺ ചൂണ്ടക്കാട്ടിൽ, ഡേവിസ് കാളൻ, സരിത തോമസ്, റോസ് പ്രവീൺ, മിനി ബാബു എന്നിവർ പ്രസംഗിച്ചു. കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്.
പുതുക്കാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ക്യാമ്പസിൽ പ്രവർത്തിക്കുന്ന കാലിക്കറ്റ് സർവകലാശാലയുടെ സെന്റർ ഫോർ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ BSc IT കോഴ്സിലേക്ക് ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം എന്നീ വിഷയങ്ങളിൽ ഗസ്റ്റ് ലെക്ചർമാരുടെ ഒഴിവുണ്ട്. ബന്ധപ്പെട്ട വിഷയത്തിൽ 50% മാർക്കിൽ കുറയാത്ത ബിരുദാനന്തര ബിരുദവും നെറ്റുമാണ് യോഗ്യത. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷ, ബയോഡാറ്റ, സ്വയം സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ എന്നിവ ജൂലൈ 8 വൈകിട്ട് 5 മണിക്ക് മുമ്പായി നേരിട്ടോ തപാൽ വഴിയോ സമർപ്പിക്കണം. ഫോൺ 048027518888. അളഗപ്പനഗർ ത്യാഗരാജാർ പോളിടെക്നിക് കോളേജിൽ ലാറ്ററൽ ND ഡിപ്ലോമ സീറ്റുകളിലേക്ക് ശനിയാഴ്ച സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളും ഫീസുമായി സമയക്രമം അനുസരിച്ച് ഹാജരാകണം. രാവിലെ 9 മുതൽ 9:30 വരെ ITI, KGCE, NCVT, SCVT റാങ്കിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ രാവിലെ 9 മുതൽ 9:30 വരെയും +2 VHC റാങ്കിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ രാവിലെ 9:30 10 വരെയും ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് 0480275134 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. വരന്തരപ്പള്ളി ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിൽ മൾട്ടിപർപ്പസ് വർക്കറെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. അംഗീകൃത നഴ്സിംഗ് സ്കൂളിൽ നിന്നുള്ള DNM ബിരുദവും കേരള നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫ് കൗൺസിലിംഗ് രജിസ്ട്രേഷനുമുള്ളവർക്ക് അപേക്ഷിക്കാം. 40 വയസ്സിന് താഴെ പ്രായമുള്ളവർക്ക് മുൻഗണന. അംഗീകൃത സ്ഥാപനങ്ങളിലെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് വയസ്സിളവും ലഭിക്കും. അപേക്ഷകർ ഈ മാസം 20 മുൻപായി അപേക്ഷിക്കണം. 048027616000. ഇനി സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6635 രൂപയും പവന് 53,080 രൂപയും രേഖപ്പെടുത്തി. പറപ്പൂക്കര ചേന്ദ്ര വേലായുധൻ അന്തരിച്ചു. 71 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ലീലയാണ് ഭാര്യ. ചന്ദ്രൻ, ഷീബ, ഷീല എന്നിവർ മക്കളും. സുനിത, ശിവൻ എന്നിവർ മരുമക്കളുമാണ്. മുൻ അളഗപ്പനഗർ പഞ്ചായത്ത് പ്രസിഡന്റ് കല്ലൂർ പച്ചളിപ്പുറം തേർക്കയിൽ TV ഉണ്ണികൃഷ്ണന്റെ ഭാര്യ ചന്ദ്രിക അന്തരിച്ചു. 76 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ബിന്ദു, ബിജു എന്നിവർ മക്കളും. വിനിൽ, ലയ എന്നിവർ മരുമക്കളുമാണ്. പുലക്കാട്ടുകര ഓമ്പുള്ളി രാഘവൻ അന്തരിച്ചു. 68 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ശാന്തയാണ് ഭാര്യ. രാകേഷ്, രാഗിണി, രേഷ്മ, രേഖ എന്നിവർ മക്കളും. സുബിത, ദേവദാസ്, രാകേഷ്, രതീഷ് എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കൈക്കൂലി വാങ്ങുന്നതിനിടെ പിടിയിൽ. കരാറുകാരിൽ നിന്നും കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് ആന്റണി എമ്പട്ടോളി വിജിലൻസിന്റെ പിടിയിലായത്. പാലിയക്കര ടോൾ പ്ലാസയിൽ ലോറി പിറകോട്ടെടുത്ത് കാറിനെ ഇടിച്ച് നിരക്കിക്കൊണ്ടുപോയ സംഭവത്തിൽ ലോറി ഡ്രൈവറുടെ ലൈസൻസ് 3 മാസത്തേക്ക് എൻഫോഴ്സ്മെന്റ് RTO സസ്പെൻഡ് ചെയ്തു. വരന്തരപ്പള്ളി വടക്കുമുറിയിൽ റോഡും തോടിന്റെ വശവും ഇടിഞ്ഞു. വടക്കുമുറിയിൽ നിന്ന് വേലുപ്പാടം മഠം ഭാഗത്തേക്ക് പോകുന്ന റോഡിലെ പാലാമ്പ്ര തോടിനോട് ചേർന്നാണ് റോഡ് ഇടിഞ്ഞത്. കുട്ടനെല്ലൂരിൽ ബ്രൗൺ ഷുഗറുമായി അസം സ്വദേശി പോലീസ് പിടിയിൽ. ആളൂർ പാലക്കുഴിയിൽ ഇറിഗേഷൻ കനാലിലൂടെ ഒഴുകിയെത്തുന്ന മാലിന്യങ്ങൾ പ്രദേശത്തെ രോഗഭീതിയിലാക്കുന്നു. നടപടി ആവശ്യപ്പെട്ട് നാട്ടുകാർ. പുതുക്കാട് ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും ആഭിമുഖ്യത്തിൽ നടത്തിയ ഞാറ്റുവേല ചന്തയും കർഷക സഭയും പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.